71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര നിറവിൽ മലയാള സിനിമ ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്കാണ് മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. സംവിധായകൻ ക്രിസ്റ്റോ ടോമി പ്രതികരിക്കുകയാണ് തത്സമയം. ജനങ്ങൾ ഒരുപോലെ സ്വീകരിച്ച പെർഫോമൻസ് ആണ്. അതാണെന്ന് തോന്നുന്നു ഏറ്റവും വലിയൊരു അംഗീകാരം എന്ന് പറയുന്നത്. ഇല്ല, അവാർഡ് ഈ നാഷണൽ അവാർഡ് കിട്ടിയതിന് ശേഷം സംസാരിക്കാനുള്ളൊരു ഇടവേള കിട്ടിയില്ല. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ വിളിച്ച് ഒരുപാട് നേരം സംസാരിക്കുകയും ചേച്ചിക്ക് വളരെയധികം സന്തോഷമൊക്കെ പറയുകയും ഒക്കെ ചെയ്തതാണ്. നാഷണൽ അവാർഡ് കിട്ടിയിട്ട് എനിക്കൊരു ബ്രേക്ക് കിട്ടിയില്ല സംസാരിക്കാനായിട്ട്. ഉടനെ വിളിക്കും. ഞാൻ സിനിമ എടുക്കാൻ പോകുമ്പം കുറച്ചുകൂടെ ഐഡിയലിസ്റ്റിക് ആയിട്ടാണ് സിനിമ എടുക്കാനുള്ളൊരു അന്ന് നമ്മൾ ചിന്തിക്കുന്നത്. നല്ലൊരു കഥ എഴുതി കഴിഞ്ഞാൽ നല്ലൊരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ അതിനെ ബാക്ക് ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സും പങ്കാവാൻ HODസും ആക്ടേഴ്സും ഒക്കെ വരും എന്നാണ് പ്രതീക്ഷ. പക്ഷേ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. അപ്പം പുറത്ത് സിനിമ എടുക്കുന്നതിൻ്റെ ഒരു ചലഞ്ചസോ മൗണ്ട് ചെയ്യുന്നതിൻ്റെ ഒരു ചലഞ്ചസോ ഞങ്ങൾക്ക് അന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നിട്ട് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇങ്ങനെയൊരു സിനിമ എഴുതി മൗണ്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഫീമെയിൽ ലീഡ് സിനിമ ആയതുകൊണ്ട് മൗണ്ട് ചെയ്യാൻ പാടാണെന്ന് പോലും സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ആ കഥയിലുള്ള വിശ്വാസം, സ്ക്രിപ്റ്റിലുള്ള വിശ്വാസം കൊണ്ട് വേറൊന്നും ചെയ്യാൻ സത്യം പറഞ്ഞാൽ മനസ്സ് വന്നില്ല. പ്രോജക്റ്റ് നിന്ന് പോയ സമയത്ത് പോലും ഇത് തന്നെ ആദ്യ സിനിമയായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ 2005 എൻ്റെ അച്ചാച്ചൻ മരിക്കുമ്പം ഞങ്ങൾ ഈ വെള്ളപ്പൊക്ക സമയത്ത് ഇങ്ങനെ അച്ചാച്ചൻ്റെ ബോഡിയുമായിട്ട് വെയിറ്റ് ചെയ്തു 8-9 ദിവസം. അന്നാണ് ഈ സിനിമയുടെ ആശയം ആദ്യമായിട്ട് മനസ്സിൽ വരുന്നത്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയപ്പോഴും ഈ സിനിമ തന്നെ ആയിരിക്കണം ആദ്യത്തെ സിനിമ എന്ന് വിചാരിച്ചിരുന്നു. ഓക്കെ, താങ്ക്സ്. ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്ത ഉള്ളൊഴുക്ക് സംവിധാനം ചെയ്ത സംവിധായകൻ ക്രിസ്റ്റോ ടോമിയാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വളരെയധികം സന്തോഷമുണ്ടെന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് പിന്നാലെ മികച്ച സഹനടിക്കുള്ള പുരസ്കാരം നടി ഉർവശി സ്വന്തമാക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ വിജയരാഘവൻ പൂക്കാലം എന്ന സിനിമയിലൂടെ മികച്ച സഹനടനുള്ള പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുന്നു. നോൺ ഫീച്ചർ വിഭാഗത്തിലും മലയാളത്തിനാണ് തിളക്കമേറുന്നത്. നേക്കൽ ക്രോണിക്കൽ ഓഫ് പാഡിമാൻ പ്രത്യേക പരാമർശം നേടിയിരിക്കുന്നു. മികച്ച എഡിറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് മിഥുൻ മുരളിയാണ്. അതും പൂക്കാലം എന്ന സിനിമയ്ക്ക് തന്നെയാണ്. ഒപ്പം ഏറെ ശ്രദ്ധേയമായ കാര്യം, കേരള സ്റ്റോറിക്ക് 2 അവാർഡുകൾ നേടിയിരിക്കുകയാണ് മികച്ച സംവിധായകൻ സുദീപ് സെൻ. ഒപ്പം തന്നെ ഛായാഗ്രഹണ വിഭാഗത്തിലും കേരള സ്റ്റോറിക്കാണ് പുരസ്കാരം നേടിയിട്ടുള്ളത്. മികച്ച നടന്മാരായി ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയും 2 പേരും പുരസ്കാരം പങ്കിട്ടിരിക്കുന്നു. ഒപ്പം റാണി മുഖർജി മികച്ച നടിയായും തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇതിലേറെ ശ്രദ്ധേയമായ കാര്യം, മികച്ച സിനിമയായി 12th ഫെയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, ദേശീയ പുരസ്കാരത്തിൽ മലയാള തിളക്കം എത്രത്തോളമാണ്? വിഷ്ണു, 2023 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. തീർച്ചയായും മലയാള തിളക്കം ഏറെയാണ്. 2 ചിത്രങ്ങളിലൂടെയായി വലിയ നേട്ടങ്ങളാണ് മലയാള സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. അതിൽ മികച്ച മലയാള ചിത്രമായി തെരഞ്ഞെടുത്തിട്ടുള്ളത് ഉള്ളൊഴുക്ക് എന്ന സിനിമയാണ്. ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ. ക്രിസ്റ്റോ ടോമിയുടെ ഹ്രസ്വ ചിത്രങ്ങൾക്ക് നേരത്തെയും ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുകയും പുരസ്കാരങ്ങൾ ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. ഉള്ളൊഴുക്കാണ് മികച്ച മലയാള സിനിമയായി തെരഞ്ഞെടുത്തത്. ഉള്ളൊഴുക്കിലൂടെ അഭിനയത്തിലൂടെ ഉർവശി മികച്ച സഹനടിയായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഉർവശിയെ തേടി ദേശീയ പുരസ്കാരത്തിൽ മികച്ച സഹനടി എന്ന പുരസ്കാരം എത്തുന്നു. ഉള്ളൊഴുക്കിലെ ലീലാമ്മ എന്ന കഥാപാത്രത്തിനാണ് ഉർവശിയെ തേടിക്കൊണ്ട് മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം എത്തുന്നത്. ഒപ്പം മികച്ച സഹനടൻ എന്ന പുരസ്കാരം വിജയരാഘവൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. പൂക്കാലം എന്ന ചിത്രത്തിൽ പൂക്കാലത്തിലെ 100 വയസ്സുള്ള കഥാപാത്രമായാണ് വിജയരാഘവൻ അഭിനയിച്ചിട്ടുള്ളത്. ആ കഥാപാത്രത്തിലെ അഭിനയത്തിലൂടെയാണ് വിജയരാഘവന് മികച്ച സഹനടൻ എന്ന ദേശീയ പുരസ്കാരത്തിൻ്റെ അവാർഡ് തേടിയെത്തിയിട്ടുള്ളത്. കൂടാതെ മികച്ച പ്രൊഡക്ഷൻ ഡിസൈനിങ് 2018 എന്ന ചലച്ചിത്രത്തിലൂടെ മോഹൻദാസ് സ്വന്തമാക്കിയിരിക്കുകയാണ്. 2018 കേരളത്തിലെ പ്രളയവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് അതിൻ്റെ കഥ പോകുന്നത്. ആ പ്രളയവും പ്രളയ സമയത്തെ രക്ഷാപ്രവർത്തനവും എല്ലാമായി ബന്ധപ്പെട്ട് ചിത്രീകരിച്ചിട്ടുള്ള സിനിമയുടെ പ്രൊഡക്ഷൻ ഡിസൈനിങ്ങിലൂടെയാണ് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനറായി മോഹൻദാസിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. കൂടാതെ പൂക്കാലം എന്ന ചിത്രത്തിലെ എഡിറ്റിങ്ങിലൂടെ മികച്ച എഡിറ്ററായി മിഥുൻ മുരളി ദേശീയ പുരസ്കാരത്തിന് അർഹനായിരിക്കുകയാണ്. കൂടാതെ നോൺ ഫീച്ചർ വിഭാഗത്തിൽ മലയാള ചിത്രം നെക്കൽ ക്രോണിക്കൽ ഓഫ് ദ പാഡിമാൻ പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹമായിരിക്കുന്നു. കൂടാതെ ദ കേരള സ്റ്റോറി 2 പുരസ്കാരങ്ങളാണ് നേടിയിട്ടുള്ളത്. മികച്ച സംവിധായകൻ, കേരള സ്റ്റോറിയുടെ സംവിധായകൻ
സുദീപ് തോസനാണ് മികച്ച സംവിധായകനായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. കൂടാതെ മികച്ച ഛായാഗ്രഹണത്തിനും ദ കേരള സ്റ്റോറി എന്ന ചിത്രം അർഹമായിരിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള മതംമാറ്റ ഭീകര ബന്ധങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന, അത്തരം വസ്തുതകളിലേക്ക് വെളിച്ചം വീശുന്ന ചിത്രമായിരുന്നു ദ കേരള സ്റ്റോറി. വലിയ രീതിയിൽ ജനശ്രദ്ധ നേടുകയും മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുള്ള ചിത്രം ദ കേരള സ്റ്റോറിയിലൂടെ മികച്ച സംവിധായകൻ സുദീപ് തോസൻ, കൂടാതെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള അവാർഡും ദ കേരള സ്റ്റോറി സ്വന്തമാക്കിയിരിക്കുകയാണ്. മികച്ച നടന്മാരായി ഷാരൂഖ് ഖാനും കൂടാതെ വിക്രാന്ത് മാസിയും തെരഞ്ഞെടുക്കുന്നു. മികച്ച നടിയായി റാണി മുഖർജിയും, മികച്ച ചിത്രം 12th ഫെയിലുമാണ്. വിഷ്ണു, 71ാമത് ദേശീയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മലയാള തിളക്കമാണ് അതിൽ എടുത്തു പറയേണ്ടത്. ജിഷ്ണുവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.